ഒന്നാം നമ്പർ ശത്രു മുസ്ലിങ്ങൾ, രണ്ടാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ, മൂന്നാമത്തെ ശത്രു ക്രിസ്ത്യാനികൾ എന്ന് എഴുതി വെച്ചു. ആര്? സവർക്കർ. ബ്രിട്ടീഷുകാരിലെ 27 ജയിലിലിട്ട് അതെന്തിനായിരുന്നു? ആദ്യകാലങ്ങളിൽ നമ്മൾ പറയുമ്പോ എല്ലാം പറഞ്ഞു പോണം. ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് ചരിത്രത്തിനോട് ചെയ്യുന്ന അനീതിയാണ്. 7-8 വർഷം ഈ സവർക്കർ ആൻഡമാൻ നിക്കോബാർ ജയിലിൽ കിടന്ന് നരകയാതന അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. 7-8 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരനെ അടിയും ഇടിയും തൊഴിയും ഈ സവർക്കർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അല്ലാന്ന് പറയുന്നില്ല. ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം പോരാടി സവർക്കർ. പിന്നീട് പേനയുടെ മഷി തീരുന്നതുവരെ മാപ്പ് 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 വിനീത ദാസനായി, ബ്രിട്ടീഷുകാരന്റെ ഒരു ദാസനായി ഞാൻ കഴിഞ്ഞുകൊള്ളാം അദ്ദേഹം എഴുതി പറഞ്ഞു. അദ്ദേഹം എഴുതി വെച്ച പശ്ചാത്തലമുണ്ട്. കാര്യം സ്വാതന്ത്ര്യ സേനാനിയാണ് അദ്ദേഹം. മാപ്പ് പറഞ്ഞത് അത്ര മോശമാണ് സവർക്കറെങ്കിൽ, അത്ര മോശക്കാരാണ് സവർക്കറെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ഒരാളുടെ പേര് ഞാൻ പറയാം. ശാന്താറാം മിരാജ്കർ. താങ്കൾ കേട്ടിട്ടുണ്ടോ ഈ പേര്? ശാന്താറാം മിരാജ്കർ എന്ന് പറയുന്നത്, വേണം ഞാൻ സ്ക്രീനിൽ ആ ചിത്രം കാണിക്കാം. PCR ആ ചിത്രം ദയവായി ഒന്ന് സ്ക്രീനിൽ കാണിക്കണം. ശാന്താറാം മിരാജ്കർ എന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഭാരതത്തിൽ രൂപപ്പെടുത്തുന്ന വ്യക്തികളിൽ ഒരാളാണ്. അതായത് നിങ്ങളുടെ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ഞാൻ ഈ കാണിക്കുന്ന ചിത്രം ഇപ്പോൾ കാണിക്കുന്നതല്ല, സവർക്കർ അദ്ദേഹത്തെ ആദരിക്കുന്ന ചിത്രമാണ് PCR കാണിക്കേണ്ടത്. അപ്പോൾ ആ ചിത്രം ഇപ്പോൾ ആ സ്ക്രീനിൽ ആ ചിത്രം വരും. അത് ശാന്താറാം മിരാജ്കർ ഈ ചിത്രം, താങ്കൾക്ക് ഈ ചിത്രം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് VD സവർക്കറെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതായത് ഇന്ത്യയിൽ CPI രൂപീകരിച്ച ശാന്താറാം മിരാജ്കർ 1958 ആദരിക്കുകയാണ്. ആദരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്താണെന്നറിയാവും? അദ്ദേഹം മുംബൈ മേയറാണ്. മുംബൈ മേയറായ കമ്മ്യൂണിസ്റ്റ് നേതാവായ AITUCയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായി ഏറ്റവും കൂടുതൽ ചുമതലയിലിരുന്ന ശാന്താറാം മിരാജ്കർ എന്തിനാണ്, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ചോദ്യം, എന്തിനാണ് 1958 സവർക്കറെ ഈ രീതിയിൽ ആദരിക്കുന്നത്? താങ്കൾ പറയുന്നത് പോലെ സവർക്കർ മോശക്കാരനാണെങ്കിൽ ഇങ്ങനെ ആദരിക്കണോ? ശ്രീ വെമ്പായ നസീർ, ഈ വർഷം ഒന്ന് പറയാമോ? 1958 എവിടെ വെച്ച്? മുംബൈയിൽ വെച്ച്. അന്ന് മുംബൈ മേയറാണ് നിങ്ങളുടെ ഈ നേതാവ്. അതെന്താണെന്ന് അത് പിന്നീട് അല്ലല്ല ഇപ്പൊ പറയൂ. സവർക്കർ താങ്കളുടെ ദൃഷ്ടിയിൽ മോശക്കാരനാണല്ലോ, ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്ത ആളല്ലേ? അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ സ്ഥാപക നേതാവ് എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ആദരിക്കുന്നത്? പറയൂ താങ്കൾ. ഇപ്പോ AI സാങ്കേതിക വിദ്യകളൊക്കെ അല്ല ശ്രീ വെമ്പായ നസീർ, നിങ്ങളുടെ പാർട്ടി ഇന്ത്യയിൽ രൂപീകരിച്ച ശാന്താറാം മിരാജ്കർ 1958 അദ്ദേഹം മുംബൈ മേയർ ആയിരിക്കുമ്പോൾ വിനായക ദാമോദർ സവർക്കറിന്റെ 75ാം ജന്മദിന വാർഷികത്തിൽ അദ്ദേഹം ആദരിക്കുകയാണ്. VD സവർക്കറെ ആദരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ സ്ഥാപിച്ച നേതാക്കളിൽ ഒരാൾ. താങ്കൾക്ക് ഉത്തരവുണ്ടോ? ഈ സവർക്കറെ പറ്റിയാണ് താങ്കൾ ഇത്രയും നേരം ബ്രിട്ടീഷുകാരുടെ ഏജന്റ് എന്ന് പറഞ്ഞത്. ബ്രിട്ടീഷുകാർ അവസാനം അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് ഏജന്റ് അല്ല സാർ, അദ്ദേഹം ദാസനായി മാറി. ഇനി എൻ്റെ സത്യം, ഞാൻ അതാണ് ചരിത്രം നമ്മൾ പറയുമ്പോൾ എല്ലാം നമ്മൾ പറയണം. അദ്ദേഹം 5-8 വർഷം ഇദ്ദേഹം നരക യാതന അനുഭവിച്ചു ജയിലിൽ ഇല്ലാന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചരിത്രമൊക്കെ വായിച്ചപ്പോൾ സത്യം പറയും എനിക്ക് സങ്കടമായിപ്പോണ്ട്. ഈ സവർക്കർ ആദ്യകാലങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് പോരാടി. പിന്നീട് അദ്ദേഹം 7-8 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാപ്പ് എഴുതി. ചരിത്രത്തിൽ ഹിന്ദു രാഷ്ട്രം ആവശ്യപ്പെട്ടത് 1937 ഹിന്ദുക്കൾക്ക് മാത്രമായി ഒരു രാജ്യം വേണമെന്ന് ആദ്യം ആശയം മുന്നോട്ട് വെച്ചത് ഈ സവർക്കർ ആണ്. നിലപാട് വ്യക്തമാണ്.